മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ആദിലയും അക്ബറും ഇരുന്ന് സംസാരിക്കുകയാണ്. ഷാനവാസിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഷാനവാസ്, ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരോടും സംസാരിക്കുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് അക്ബറിനോട് സംസാരിക്കുകയാണ് ആദില. കാര്യം വേറൊന്നുമല്ല, ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഓരോരുത്തരെയും ഗ്രാഫ് പറയാൻ വേണ്ടി. അപ്പോൾ ഷാനവാസിന് കിട്ടിയത് അനുമോളെയായിരുന്നു. അനുമോളുടെ ഗ്രാഫൊക്കെ ഷാനവാസ് ചെയ്തിരുന്നു. അത് നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടതാണ്. അതിനുശേഷം ഷാനവാസ് സോഫയിൽ വന്നിരുന്നപ്പോൾ നൂറ കള്ള എന്ന് വിളിച്ചു. അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ ആദിലയോടും നൂറയോടും ഷാനവാസ് സംസാരിക്കാതെ ഇരിക്കുന്നതെന്നാണ് ആദില അക്ബറിനോട് പറയുന്നത്. എന്തായാലും ആ സംസാരത്തിന് ശേഷം അക്ബർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാണ് ഇവിടെ ഫേക്കായിട്ട് നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴുള്ളവരിൽ വെച്ചാണോ അതോ എല്ലാവരെയും കൂടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നു, ഇല്ല, ഇപ്പോൾ ഇവിടെയുള്ള 7 പേരിൽ ഫേക്കാണെന്ന് നിനക്ക് തോന്നുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ ആദില പറയുന്നത് ഷാനവാസിന്റെ പേരാണ്. ഷാനവാസ് ഫേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇടയായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയ കാര്യമാണ് എന്നും ആദില പറയുന്നു. അപ്പോൾ അക്ബറും പറയുന്നു, അത് ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട് ഷാനവാസ് ഫേക്ക് ആണ് എന്ന്. എനിക്ക് ആദ്യം മുതലേ തോന്നിയിട്ടുണ്ട് എന്ന് അക്ബർ പറയുന്നു. ഉടനെ ആദില പറയുന്നത്, എനിക്ക് ഈയിടെയാണ് തോന്നിയത്, അതിന് 1-2 കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് ആദില പറയുന്നു. അതെന്താണെന്ന് ആദില പറയുന്നില്ല. അക്ബർ പിന്നെ പറയുന്നത്, കഴിഞ്ഞ ദിവസം നെവീനും ഷാനവാസും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അതേ തുടർന്നാണ് ഷാനവാസിന്റെ നെഞ്ചുവേദനയൊക്കെ എടുത്തത്. അതും ഇതുപോലെ ഫേക്ക് ആണ് എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഡ്രാമ കളിക്കരുതെന്ന് അപ്പോൾ പറഞ്ഞതും. അങ്ങനെ എനിക്ക് തോന്നാൻ കാരണം കയ്യാങ്കളി വേണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷമാണ് ഷാനവാസ് നെഞ്ചിൽ കൈവച്ച് താഴെ കിടന്നത്. അപ്പോൾ ഞാൻ കരുതി ഷാനവാസിന്റെ ഒരു ഡ്രാമയാണ് എന്ന്. പാലിൻ്റെ ഒരു കവറ് നെഞ്ചിൽ കൊണ്ടെന്ന് കരുതി അയാൾക്ക് നെഞ്ചുവേദന എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളും ഞാനും തമ്മിൽ എന്തോരം ഫിസിക്കൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ആ മഡ് ഗെയിമിലൊക്കെ ഞാനും ആര്യനും അയാളെ എടുത്ത് നിലത്തിട്ടിട്ടുണ്ട്. അന്നൊന്നും അയാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാൽ കവർ തട്ടിയിട്ടാണ് അയാൾക്ക് നെഞ്ചുവേദന എടുത്തത് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അക്ബർ പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, ഷാനവാസ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് ആ പാലിൻ്റെ കവറ് നെഞ്ചിൽ കൊണ്ടിട്ടാണ് വേദന എടുത്തതെന്നാണ്. അപ്പോൾ അക്ബർ പറയുന്നത്, നെഞ്ചുവേദന എടുക്കാൻ മാത്രം ഫോഴ്സിലല്ല നെവീൻ അത് ചെയ്തത്. ചിലപ്പോൾ ഷാനവാസിന് പെയിൻ വന്നിട്ടുണ്ടാവും, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിന് കാരണം നെവീൻ്റെ ആ ഒരു ആക്റ്റോ അല്ലെങ്കിൽ ആ ഒരു പാൽ കവർ നെഞ്ചത്ത് കൊണ്ടതാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അതുപോലെ തന്നെ അക്ബർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഷാനവാസിന് അനീഷിനോടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഫേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതും ഷാനവാസിൻ്റെ ഗെയിമാണ്, ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെനുവിനാണോ അല്ലയോ എന്ന്. ഒനിയിലും അഭിലാഷും ജെനുവിൻ ഫ്രണ്ട്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ അതുപോലെ അല്ല അനീഷും ഷാനവാസും. ചിലപ്പോൾ ഇതെൻ്റെ തോന്നലാവാം, ചിലപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവട്ടെ, നല്ല കാര്യവുമെന്ന് അക്ബർ പറയുന്നു. എന്തായാലും ഈ കാരണങ്ങൾ കൊണ്ടാണ് അക്ബറിന് ഷാനവാസ് ഫേക്കാണെന്ന് തോന്നാൻ കാരണം. ആദിലയും പറയുന്നത് ഷാനവാസ് ഫേക്ക് ആണ് എന്നാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് എന്ന് അക്ബറിനോട് പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.